വാഴയിലയുടെ ആ ഒരു മണവും ബിരിയാണിയുടെ മണവും അതിലേക്ക് സലാഡൊക്കെ ഒഴിച്ച് കുഴച്ച് ഞാൻ അങ്ങോട്ട് തട്ടാൻ തുടങ്ങി. ആശാട്ടിമാർക്ക് വീണ്ടും കൊതിയായി. പക്ഷേ ബിരിയാണി തീരാറായതുകൊണ്ട് അമ്മ പിന്നെ കൊടുത്തില്ല. എപ്പോഴും ലേശം ബാക്കിയുള്ളതാണ് അമ്മ എടുക്കുന്നത്. ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ അങ്ങനെ തന്നെയാണല്ലോ. നമുക്ക് വേണ്ടത് തന്നിട്ട് എനിക്കുണ്ട് എന്ന നുണ പറയുന്ന അമ്മയെ നമുക്കെല്ലാം അറിയാം. കുറേയേറെ കൊതിച്ചിട്ട് കിട്ടിയത് കൊണ്ടാകും ഓരോ ഉരുള കഴിച്ചപ്പോഴും ഞാൻ അമ്മയോട് കുറേയേറെ പ്രാവശ്യം സൂപ്പർ അമ്മ എന്ന് പറഞ്ഞു. അമ്മയ്ക്കത് കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് എന്നെ ഒരു ചെറു ചീത്ത പറഞ്ഞിട്ട് അങ്ങോട്ട് പോവും. എല്ലാവരെയും മുന്നിലിരുത്തി ഞാൻ അങ്ങനെ എൻ്റെ തീറ്റി സ്റ്റാർട്ട് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ ഇലയങ്ങ് കാലിയാക്കി. കഴിക്കുവാൻ കഴിയുന്ന ഏതൊരു ഭക്ഷണവും ഒരരിമണി പോലും കളയാതെ പൂർത്തീകരിക്കണം എന്നത് നിത്യതിയിലെ നിയമമാണ്. എൻ്റെ വാഴയില കണ്ടാൽ കാക്ക ചീത്ത പറയുമെന്ന് അമ്മ എപ്പോഴും പറയും. എല്ലാവരും ഉറങ്ങിയപ്പോൾ ബിരിയാണിയും കഴിച്ച് ഞാനൊരു സ്ഥലത്തേക്ക് യാത്രയായി. പലർക്കും കോമണായ ഒരു സ്ഥലമാണെങ്കിലും എനിക്ക് ഇതെൻ്റെ ക്ഷേത്രമാണ്. തീരവും തിരയും കടലും ചക്രവാളവും മേഘവും കല്ലുകളും കാഴ്ചക്കാരും കാറ്റും ഉപ്പിൻ്റെ മണവും. നമ്മളിങ്ങനെ ശരിക്കും സന്ധ്യകളിലും പുലർക്കാലങ്ങളിലും കടലിൻ്റെ അടുത്തൊന്ന് വരണം. നല്ലൊരു സന്തോഷം മനസ്സിന് കിട്ടും. ശരിക്കും ഏറ്റവും നന്നായി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് ഇവിടെയാണെന്ന് തോന്നും. അല്ലെങ്കിൽ കാട്, നമ്മുടെ അടുത്തൊക്കെ പെട്ടെന്ന് കാട് കിട്ടാൻ പാടല്ലേ. ആഗ്രഹങ്ങളല്ല, ധൈര്യമായി മുന്നോട്ട് പോകാനായിട്ടുള്ള ഈശ്വരനോടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും, അതല്ലേ യഥാർത്ഥ പ്രാർത്ഥന. ശരിക്കും ഇതൊരു വലിയ ക്ഷേത്രമല്ലേ. കേൾക്കുമ്പോൾ ചെറിയ പ്രാന്തെന്ന് തോന്നുമെങ്കിലും ഞാനൊന്ന് പറയുക, നിങ്ങളാൽ കഴിയുമ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഏറ്റവും പുലർക്കാലത്ത് രാവിലെ 6 മണി 6:30 സമയങ്ങളിലും വൈകിട്ട് പൊതുവെ എല്ലാവരും വരുമല്ലോ, കടലിൽ വരണം. ആസ്വദിക്കാനല്ല, ആ ആസ്വാദനത്തിനും അതീതമായിട്ട് മനസ്സിൽ തട്ടി പ്രാർത്ഥിക്കുവാൻ, മനനം, ആ ഒരൊറ്റ കാര്യം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ ജനിച്ചു മുന്നോട്ട് ജീവിക്കണം. ഒരു നാൾ പോകും ഈ ഭൂമിയിൽ നിന്ന്. അതുവരെയുള്ള ജീവിതം പരമാവധി നന്നായി തന്നെ ചെയ്തു തീർക്കുവാൻ കഴിയും. അന്നത്തെ ദിവസത്തെ നാവിൻ തുമ്പത്തെ രുചിയും മനസ്സിൻ്റെ രുചികളും ഞാൻ ഒരുപാട് അവിടെ ഇരുന്ന് ചിന്തിച്ചു.